നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കൊണ്ട് ലഭ്യമായിട്ടുള്ള വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നെയ്മർ ജൂനിയർ നിലവിൽ എന്തായാലും ഒരു വെക്കേഷൻ പോലെ റെസ്റ്റിലാണുള്ളത് വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട്. അദ്ദേഹം സാൻഡോസിലേക്ക് തിരികെ എത്തും. ജൂലൈ 17 അദ്ദേഹം സാൻഡോസിൽ തിരികെ എത്തുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം ട്രെയിനിങ് സെൻറ്ററിലെത്തും. എന്നിട്ട് കോൺട്രാക്റ്റ് പൂർത്തിയാക്കും എന്ന് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല. ഒരു ഡിസിസീവായിട്ടുള്ള മീറ്റിംഗ് അവിടുത്തെ ബോർഡുമായിട്ട്, സാൻഡോസിൻ്റെ ബോർഡുമായിട്ട് അദ്ദേഹം നടത്തും. അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നിർണായകമായ ചർച്ച നടത്തും. അപ്പം ഇതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി MLS ടീമുകളിൽ നിന്ന് നെയ്മർ ജൂനിയർക്ക് വേണ്ടി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതേസമയം നെയ്മർ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ്, നെയ്മർ ഒരു ഡിലമ്മയിലാണ്. എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. സോ ഈ 3 പോസിബിലിറ്റീസും അവിടെ ഓപ്പണാണ്. അതായത് നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് 17-ാം തീയതി തിരികെ എത്തി അവിടെ ചർച്ച ചെയ്ത് ഒരു പക്ഷേ അദ്ദേഹം തൻ്റെ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കുന്നത് വരെ അവിടെ തുടർന്നേക്കാം. അതിനുശേഷം ഒരു പക്ഷേ വിരമിക്കലിലേക്ക് പോയേക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് MLS നിന്നുള്ള ഓഫറുകളുണ്ട്, അത് സ്വീകരിക്കാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വിരമിക്കുകയും ചെയ്യും. അപ്പോൾ നെയ്മർ 2030 വരെ കളിക്കും, അതുറപ്പായി, കഥ അവസാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അടിച്ചു വിടുന്നുണ്ട്. അതിന് പക്ഷേ വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള തെളിവുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഈ ജൂലൈ 17 വരെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജൂലൈ 17 ശേഷം അദ്ദേഹം ആ ഒരു മീറ്റിംഗ് സാൻഡോസിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊരു വ്യക്തത വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.